ശാന്തയാണെങ്കിൽ പുല്ല് പറിക്കാൻ വന്നുമില്ല, ദാക്ഷായണിയാണെങ്കിൽ പാലും കൊണ്ട് വന്നുമില്ല, പശുവിനെ കുളിപ്പിക്കാൻ മന്നെ രമണിയാണെങ്കിൽ എത്തിയില്ല. ഇവരൊക്കെ എവിടെയാണ്, എന്താണ്, എങ്ങനെ സംഭവിച്ച്, എന്താ വരാൻ വൈകണെന്ന് മനസ്സിനൊരു സമാധാനം പോലുമില്ല. ദാക്ഷായണി ശാന്തയൊക്കെ പുല്ലു പറിക്കണതും പശുവിനെ കെട്ടണതും ഒക്കെ നോക്കി രാവോട് പകൽ ഇവിടെ പ്രതിഷ്ഠ പോലെ ഇങ്ങനെ ഇരുന്നു. സുഭദ്രയല്ലേ ഞാൻ കിടന്ന് കാറിക്കൂവണത് എന്തിനാ? എനിക്ക് ചെവിട് കേക്കാം. ഭദ്രേ, നീ വന്ന എടീ, നിനക്കൊരു ഉപദ്രവവും ഇല്ലല്ല. പിന്നെ നീ ഞാൻ നിനക്ക് രാവിലെ ഒരു കാപ്പി ചോദിച്ചപ്പോ നീ ചായ തരാന്ന് പറഞ്ഞു, ചായ ചോദിച്ചപ്പോ കാപ്പി തരാന്ന് പറഞ്ഞു. ഉച്ചക്ക് ഊണിന് പോലും ഒരു വിളി പോലും ഇല്ലല്ലാടി ഇത്. എന്റെ ദൈവമേ, അരി എത്രാന്ന് ചോദിച്ചാ പയർ അഞ്ഞാടി എന്ന് പറയണ ഈ മനുഷ്യന്റെ കൂടെയാണല്ലോ എന്റെ ജീവിതം വെച്ചിരുന്നത്. നമ്മുടെ അനിയത്തിയുടെ മോള് പ്രസവിച്ചത് എന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ അറിയിച്ചിട്ടാണ് പ്രസവിക്കാൻ പോയത്. ചേട്ടന്റെ ഗോപാലൻ ചേട്ടനെ എങ്ങാനും കെട്ടിയാ മതിയായിരുന്നു. അത് ഞാനാണ് എന്നെക്കാളും 3 വയസ്സിന്റെ മൂപ്പേ ഉള്ളായിരുന്നു. പെണ്ണ് കാണാൻ പോയിട്ട് വന്നപ്പോ എന്നെ കെട്ടാത്തതിന്റെ സങ്കടം ഇപ്പോഴും ആ മനുഷ്യനുണ്ട്. അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴേ സമയാസമയം ഞാൻ ചെല്ലണമെന്ന് നോക്കിയാണ് അങ്ങേര് അമ്പലത്തിൽ വന്നത്. എന്നെ ഒരു നോക്ക് കാണാൻ. ഗോപാലന് എന്നാ പറ്റിയെന്ന് പറഞ്ഞ? അപ്പൊ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ചെവിടുണ്ടല്ലേ? എങ്ങനെ? രാജ്യത്തിന്റെ എവിടെ? നിയമസഭാംഗത്തില്? നിയമസഭയുടെ 16. ആരുടെ? അമ്മയുടെ 28. നിങ്ങളുടെ അപ്പന്റെ ആണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയണത് വല്ലതും കേൾക്കണുണ്ടോ? കേരളത്തിന്റെ പിള്ളാര് നടത്താൻ പോണ വിശേഷങ്ങളൊക്കെ വല്ലതും അറിഞ്ഞാ? പിള്ളേരുണ്ടായി. ആർക്ക് പിള്ളേരുണ്ടായി? നമ്മക്കുണ്ടായി കൊറേ കൊല്ലം മുമ്പ്. അപ്പൊ അവരുടെ പേരെന്നാ? എന്റെ മനുഷ്യ, നിങ്ങളുടെ നവതി ആഘോഷിക്കാൻ പോണ് നമ്മടെ മക്കള്. എന്റെ ഇതിന്റെ അല്ല, എന്റെ 16 ആഘോഷിക്കാൻ പോണു. അപ്പൊ നീ ചത്ത? നിങ്ങളല്ലേ കൊള്ളി വെച്ചത്. പിള്ളാര് വന്ന്. ആരാണ് പിള്ളാര് വന്നെന്ന്? കമ്മറ്റിക്കാരല്ല, അതേ നിങ്ങൾ കണ്ണൂറന്ന് നോക്ക്. നമ്മുടെ പിള്ളാര് വന്നെന്ന്. ഇവരെന്ന് പറഞ്ഞാ കൊടയെന്നല്ലേ കേക്കണത്? ഇവരാരൊക്കെയാ? അച്ഛന്റെ നവതി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കണേ ഞങ്ങള്. സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന്? സ്വാതന്ത്ര്യമല്ല, അച്ഛന്റെ നവതി. നല്ല കാര്യം. അമ്മക്കൊരു നല്ല കാര്യം വരുമ്പോ നിങ്ങൾ എല്ലാരും വന്നല്ല. അച്ഛന്റെ നവതിയും അമ്മയുടെ സപ്തതിയും കൂടി ആഘോഷിക്കാന്ന് ഓർത്ത്. ആരാണിത് ഇവരെല്ലാരും? നമ്മടെ മക്കളാണ്. കടലിന്റെ മക്കളാണാ? മീൻ പിടിക്കാൻ പോകണ്ട, മീനൊക്കെ കിട്ടണണ്ട. എന്റെ അമ്മ അച്ഛന് മേടിച്ചു കൊടുത്ത സാധനം എന്ത് ചെയ്ത്? അതൊക്കെ കാർത്തിയായനിക്ക് ചെവി കേൾക്കാൻ പാടില്ല എന്നിട്ട് അവർക്ക് എടുത്തു കൊടുത്തു. കാർത്തിയായനെ പുല്ലുവെട്ടാൻ വന്നപ്പോ കാർത്തിയായനിയുടെ കാത് കേൾക്കണല്ല. എന്റെ അച്ഛൻ ഇവിടെ ഇരുന്നേ പറയട്ടെ. ഞങ്ങൾ എന്തിനാ വന്നെന്നറിയാവോ? എന്തിനാ വന്നത്? എങ്ങനാ? ഒന്ന് പറഞ്ഞു കൊടുക്ക എന്തിനാ വന്നെന്ന്. നിങ്ങളുടെ നവതിയും എന്റെ സപ്തതിയും കൂടെ ആഘോഷിക്കാനായിട്ട് പിള്ളേരെ അത് പറയാൻ വന്നതാണ്. ഏത് 16-ാം തീയതിയാണോ തെരഞ്ഞെടുപ്പ്? ഇയാൾക്ക് 16 എവിടെ നിന്ന് കിട്ടിയതാ? അച്ഛന്റെ അമ്മയുടെ ഒരു വിവാഹം പോലെ അച്ഛനൊരു മാല അമ്മക്കിടും, അമ്മ ഒരു മാല അച്ഛനിടും. അത് ബോറല്ലേ? ഇട്ടവർക്ക് തന്നെ പിന്നെ ഇടുന്നത്. ദേവകീനെ കൊണ്ടുവന്ന് നിർത്തിയ ദേവകി ആവുമ്പോ നന്നായിരിക്കും. കണ്ട, ഇപ്പൊ അയാൾക്ക് ഒരു ചെവിക്കും കുഴപ്പമില്ലല്ലോ. ദേവകി ഇല്ലേ? അന്ന് ദേവകീനെ കൊണ്ട് ഇടിച്ചാ മതിയാ. ദേവകീനെ കാണാനില്ല. എവിടെയാണ്? നിങ്ങൾക്ക് എന്നാ പിന്നെ ദേവകീനെ കെട്ടിക്കൂടായിരുന്ന? ഞാൻ ആ ഗോപാലൻ ചേട്ടനെ കെട്ടി സുഖമായിട്ട് ജീവിച്ചേനായിരുന്നല്ല. എന്റെ മുന്നേ ഇതുങ്ങളെ കെട്ടിച്ചു വിട്ടാ മതിയായിരുന്നു എവിടെയെങ്കിലും. എന്ത് കഷ്ടമാണെന്ന് ഒച്ചെടുക്കല്ലേ. ഒരു കാര്യം ചെയ്യ്, ഒരു പാട്ടും പാടി ആട്ടിക്കൊണ്ടിരിക്കും. വന്നേ, ഞങ്ങള് പറയാൻ പിരിവ് ഇവിടെ. അതെ, നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കാണ്ട് പോയിട്ട് കാര്യമില്ല, മനസ്സിലായി? എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്ന് പറ. നിന്റെ പ്ലാൻ എന്താ? ഞാൻ പറഞ്ഞത് നമുക്കൊരു വെജിറ്റേറിയൻ സദ്യ വെച്ച് ഒരു 10-400 പേരുടെ പരിപാടി മതി. വെജിറ്റേറിയൻ നമ്മൾ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വിളിക്കണം, എന്തെങ്കിലും കടിച്ചു പറിക്കണ. ഇപ്പൊ അല്ലാത്ത അച്ഛനെ എന്ത് കടിച്ചു പറിക്കാനാ? അല്ലാത്ത അച്ഛനെ കടിച്ചു പറിക്കാനായിട്ടല്ല, നമുക്ക് എന്തെങ്കിലും കടിച്ചു പറിക്കണം. അതൊക്കെ ചെലവ് കൂടുതലാണ് ചേട്ടാ. നമുക്ക് വെജിറ്റേറിയൻ മതി. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ഭാര്യനെ മുഖത്ത് നോക്കി നാളെ ആരും എന്ന് വെക്കാൻ ഞാൻ സമ്മതിക്കാം. അങ്ങനെയല്ലെന്ന്, അവർ നടത്തിയ പരിപാടി ഗംഭീരമാണെന്ന് ആൾക്കാർ പറയണ്ടേ? ഒരു പണി ചെയ്യാന്നാ. എന്ത്? താൻ പറഞ്ഞ കാറ്ററിംഗിന്റെ ആളെ വിളിപ്പിക്കുക, എന്നിട്ട് അയാൾ വന്നിട്ട് നമുക്ക് ചെലവ് എങ്ങനെയാണെന്ന് നോക്കാം. ഉഗ്രനാണ്. ഉള്ളി വെക്കണ സാധനം വായിന്ന് കൈയടിക്കരുത്. അയാൾ വിളിച്ചിട്ടുണ്ട്, അയാൾ വരും, നമ്മളൊരു തീരുമാനം എടുക്കും. എന്തായാലും അയാൾ വരട്ടെ, നമുക്ക് തീരുമാനിക്കാം.
ഓക്കെയാണോ? സംഭവം ഒക്കെയാണ്. ഇതാണ് നമ്മുടെ നമസ്കാരം. നമസ്കാരം. ഞാനാ വിളിച്ചത്. ആണാ? ഇത് നമ്മുടെ ഒരു മെനു. ഇത് നമ്മുടെ ഒരു മെനു. ഇപ്പൊ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മതി. A3 കൃഷ്ണ കാറ്ററിംഗ്. ഓ അത് ശരി ശരി. ഫേമസ് ആണ്. അല്ല അതെനിക്കറിയാം. നമുക്ക് നോൺ വെജ് സമയമില്ല, അതുകൊണ്ടിട്ടാണ്. നോൺ വെജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോൺ വെജ് ആണ് വേണ്ടല്ലേ? സദ്യയാണ് എനിക്ക് താല്പര്യം. അല്ലേ? നോണായിരിക്കും നല്ലത്. നോണാണ്. നോണാണ് വെജാണ്. വെജ് വേണമല്ലോ. അതിപ്പോ സദ്യക്ക് എത്ര രൂപയാണ്? നമുക്കൊരു 10-12 കൂട്ടം കറി സദ്യ കൂടി ആകുമ്പോൾ എത്ര രൂപ? അത് ഇപ്പൊ എല്ലായിടത്തും കൊടുക്കണ പോലെ അല്ല. A3 കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് നല്ല ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ആവശ്യം. അതാണ്. അപ്പൊ 130 രൂപ ഒരു ഇലക്ക്. 130 രൂപ. കുറെ തൊടുകറികൾ ഉണ്ടാകും, ചോറുണ്ടാകും, 2 തരം പായസം ഉണ്ടാകും, അവിയൽ ഉണ്ടാകും, സാമ്പാർ ഉണ്ടാകും, രസം ഉണ്ടാകും, മോരുണ്ടാകും, പപ്പടം ഉണ്ടാകും, പഴം ഉണ്ടാകും. അങ്ങനെ ലാവിഷായിട്ട് കഴിക്കാം. 130 രൂപ. അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഇതാണെങ്കിൽ നോണാണെങ്കിലോ? നോണാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, ഫിഷ് ബിരിയാണി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പൊറോട്ട, ചിക്കൻ. അല്ല അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആക്കാം. ചിക്കൻ ബിരിയാണി നല്ലതാ. ചിക്കൻ ബിരിയാണി ആകുമ്പോൾ സല്ലാസ് ഉണ്ടാവും, പിന്നെ കച്ചമ്പർ ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, പിന്നെ പ്ലേറ്റ് ഉണ്ടാവും. എല്ലാം കൂടി ഒരു 160 രൂപ ഒരു പ്ലേറ്റിന്. കുറക്കാൻ പറ്റില്ല. അപ്പൊ സദ്യയാണ് നല്ല. സദ്യ മതി. അതാണ് കാശ് കുറവ്. നമ്മൾ കാശ് കുറവെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഞാൻ ഈ ഒറ്റ വെപ്പാണ് ഞാൻ വെക്കണത്. അതായത് കാശ് കുറവ് കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഒറ്റ വെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചരുവത്തിലിട്ട് ഒറ്റ വെപ്പ് വെക്കും. എന്നിട്ട് ആ മുകളിൽ തെളിഞ്ഞു വരുന്ന സംഭവമില്ലേ, അത് മാത്രം കോരിയിട്ട് അത് രസമായിട്ട് കൊടുക്കും. പിന്നെ അതിന്റെ നടുക്കുള്ള മറ്റേ കഷ്ണങ്ങളൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ, അത് മാത്രം കോരിയിട്ട് സാമ്പാറായിട്ട് ഉപയോഗിക്കും. പിന്നെ ഏറ്റവും അടിയിൽ കരിഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലേ, അടുക്കി പിടിച്ചത്, അതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് അവിയലായിട്ട് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒറ്റ വെപ്പിലാണ്. അപ്പൊ നമുക്ക് പൈസ ലാഭണം, നിങ്ങൾക്കും ലാഭം, ഞങ്ങൾക്കും ലാഭം. ഞാൻ സദ്യയുടെ സംഭവം നിങ്ങൾക്ക് ഒരു രൂപരേഖ കിട്ടാനും വേണ്ടി ഞാൻ ഒന്ന് വിളമ്പി കാണിച്ചു തരാം. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എലയിൽ കണ്ടത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യാണ്. നെയ്യ്. ഇത് പഴം, ഇത് പപ്പടം, ഇത് ഓല, പിന്നെ ഇത് പായസം, ഇത് ചോറ്, പിന്നെ ഇത് അച്ചാറ്, ഒരു 5-6 കൂട്ടം ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സദ്യയുടെ ഒരു രൂപരേഖ. ഇതാണല്ലേ? നമുക്ക് പക്ഷെ കുറച്ച് ഐറ്റംസ് ഇതിനകത്തൊന്ന് ഒഴിവാക്കണം കേട്ടോ. ഒഴിവാക്കണം. അതെന്താ, പായസം വേണ്ട. അച്ഛനും നമുക്ക് ഷുഗർ ഉണ്ട്. അയ്യോ, ഷുഗർ ഉണ്ടെങ്കിൽ പായസം പറ്റില്ല. വേണ്ട അതാണ് ഞാൻ 2 തരം പായസം ഉണ്ട്. 2 കൊണ്ട് ഒഴിവാക്കിയേക്കാം. പായസം 2 പായസം. അപ്പോഴത്തേക്ക് ഒരു 30 രൂപ കുറയുമ്പോഴത്തേക്ക് 100 രൂപ വരെ ഉള്ളൂ. 100 രൂപ. എന്നാ കട്ടിപ്പരിപ്പും വേണ്ട. കട്ടിപ്പരിപ്പാ? അച്ഛന് ഗ്യാസ് ആണ്. ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് എനിക്കും ഭയങ്കര ഗ്യാസാണ്. പരിപ്പ് പറ്റൂല. അപ്പൊ ഒരു 80-90 രൂപ വരും. 90 രൂപ കട്ടിപ്പരിപ്പ്. പിന്നെ നമുക്ക് രസവും സാമ്പാറും ഇല്ലേ, അതിന്റെ തക്കാളി ഉള്ളത് കാരണം ഇത് കിഡ്നി സ്റ്റോൺ വരും. അപ്പൊ അതും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഒരു രസവും വേണ്ട, സാമ്പാറും വേണ്ട. അത് വേണ്ട, കാര്യം ഭയങ്കര പ്രശ്നം. അപ്പൊ നിങ്ങൾ ഭാഗ്യവാന്മാനാട്ടോ, കുറഞ്ഞ് ഇപ്പൊ 60 രൂപയിൽ വന്ന് നിന്ന്. ഇതില് മറ്റേ കോളിഫ്ലവർ ഉണ്ടോ? കോളിഫ്ലവറും ഉണ്ട്, കാബേജും ഉണ്ട്. ഉണ്ടല്ലേ? അയ്യോ, എന്നാ അത് ഒഴിവാക്കണം. അയ്യോ, നമുക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ്. ആണോ? അത് മെയിൻ സാധനമാണ്. അപ്പൊ അത് 2 കൊണ്ട് ഒഴിവാക്കി. അപ്പൊ 45 രൂപയിൽ വന്ന് ഇന്ന്. പിന്നെ ഇത് പപ്പടം ഉണ്ട്, മോരുണ്ട്. പപ്പടം മാറ്റി. അയ്യോ, പ്രഷർ എനിക്ക് ഭയങ്കര ആണോ? മോരും മാറ്റിയത്. ആ മോരും മാറ്റിയിട്ടുണ്ട്. അപ്പൊ വേറെ കാര്യമുണ്ട്, ഈ നാരങ്ങാച്ചാറ് പറ്റൂല കേട്ടോ. നാരങ്ങാച്ചാറ് മാറ്റിയേക്കാം. എന്റെ പട്ടി അടിച്ചാണ്. ഞങ്ങൾക്ക് എന്താണ്? അല്ല, ഞാനിത് ഉണ്ടാക്കുമ്പോ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേ പിടിച്ചാൽ പണിയാവൂലേ. അപ്പൊ അതങ്ങോട്ട് ഒഴിവാക്കി. ഇപ്പൊ നിലവിലിപ്പോ ശരിക്കും ഉള്ളത് നെയ്യുണ്ട്, ചോറുണ്ട്, പഴമുണ്ട്. ഇപ്പൊ എന്താ ചെയ്യണം? ആരാണ് വെജ് പറഞ്ഞത്? വെജ് നിങ്ങളാണ്. ഇത് നോൺ വെജുകാരൻ ഒരു പണി ചെയ്താൽ മതി. ഈ നെയ്യ് എടുത്തിട്ട് ഈ ചോറിലിട്ട് അങ്ങോട്ട് കുഴച്ച് നെയ്ച്ചോറായിട്ട് അങ്ങോട്ട് കഴിക്കാം. അപ്പൊ അത് നോൺ വെജായി. വെജിറ്റേറിയൻ ഈ ഒരു പഴം എടുത്തിട്ട് ചോറിലിട്ട് കുഴച്ചിട്ട് പഴഞ്ചോറായിട്ട് അങ്ങോട്ട് കഴിക്കാം. ഇപ്പൊ 2 പേരും ഹാപ്പി ആയില്ലേ? 2 പേരുടെ ആഗ്രഹവും സാധിക്കും. പൈസയും കുറവ്. 20 രൂപക്ക് എല്ലാ പണിയും നടക്കും. അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് കഞ്ഞിയും പയറും ആക്കിയാലോ? അത് കൊള്ളാം. കഞ്ഞിയും പയറും. കഞ്ഞികളെ നിന്ന് പയറടിക്കേണ്ട വല്ല പണിയുണ്ടാന്ന് നോക്ക്. വെറുതെ മനുഷ്യനാണ് കിടക്കാനായിട്ട്. ഇതുണ്ടോ? അല്ല അത് ഞാൻ പറയട്ടെ. അടിച്ചോ മറ്റേ പരിപാടി പൊളിഞ്ഞു പോയി. അല്ല, അതിപ്പോ നമുക്ക് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ആലോചിക്കാനൊന്നുമില്ല, കഞ്ഞിയും പയറിലല്ലേ വന്ന് നിൽക്കണത്. അതല്ല, നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് നമുക്ക് സെറ്റിലാക്കാം. പിള്ളേരെ അച്ഛനെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ 1 മണി. ഇതെന്താ? അമ്മ അവിടെ അല്ലേ? അമ്മ അവിടെ നിൽക്കണേ. പറയൂ.
അതെ ഇതാരാ അത്? ഇത് ഞാൻ കാറ്ററിംഗിന്റെ അയ്യോ A3 കൃഷ്ണ. ആ വന്നപ്പോഴേ തുടങ്ങിയപ്പോ വലിയ വലിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഫുള്ള് വെജിറ്റേറിയൻ നോൺ വെജ് ഒക്കെയാണ് പറഞ്ഞത്. പറഞ്ഞ് റേറ്റ് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കഞ്ഞിയും പേരിൽ വന്ന് അവസാനിപ്പിച്ച്. ചുണ്ടനക്കാതെ കാര്യങ്ങൾ പറയടാ. നിങ്ങ ഈ വർത്താനം പറയാതെ കാര്യങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അച്ചോ എടി നിന്നെ വിളിക്കണ്ടി. ഇവിടെ അച്ഛനാ എന്നെ ഇതേ കാറ്ററിംഗിന്റെ ആളാണ്. കാറ്ററിംഗ് നോണ് വേണ വെജ് വേണാന്നാണ് ചോദിക്കണത്. എന്ത് തീരുമാനിച്ച്? കഞ്ഞിയും പയറും. അയ്യോ അത് വേണ്ടടാ. നടത്തുമ്പോ നല്ല പോലെ അങ്ങ് നടത്തും. പറഞ്ഞോട്. അല്ല അച്ഛാ കാശ് കൂടുതലാണ്, അതുകൊണ്ട്. കാശൊരു വിഷയമല്ല. കാരണേ പറഞ്ഞോ അച്ഛ പറഞ്ഞോ. ലുലുവിന്റെ പുറയിലേ 3 സെന്റ് കിടപ്പുണ്ട്. വൈറ്റില അബില്ലേ അതിന്റെ സൈഡില് 2.5 സെന്റ് കിടപ്പുണ്ട്. 5 കോടി രൂപ. ബ്രോമാളിന്റെ പുറകില് 4.5 സെന്റ് കിടപ്പുണ്ട്. 7 കോടി രൂപ. കുണ്ടന്നൂർ പാലത്തിന്റെ അടിയില് ഒരു 1.5 സെന്റ് കിടപ്പുണ്ട്. പാലത്തിന്റെ അടിയിൽ തൂണല്ലേ? തൂണല്ല, തൂണ് കഴിഞ്ഞ അപ്പുറത്ത് വലിയ ബിൽഡിംഗ് ഇല്ലേ, അതെല്ലാം അച്ഛന്റെ. എന്റെ ദൈവമേ, ആരോടും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറയാം, അച്ഛന്റെ പരിപാടി ഗംഭീരാക്കണം. ഒന്നും നോക്കണ്ട, നമുക്ക് അടിപൊളിയാക്കണം. നോണും വേണം, വെജിറ്റേറിയനും വേണം. എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും എന്ന് പറയുമ്പോൾ മട്ടൻ, ചിക്കൻ, ബീഫ്, പിന്നെ പായസം, എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും വേണം. ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഒരു 5 ലക്ഷം രൂപയെങ്കിലും വരും. ഒരു കുഴപ്പമില്ല, പൈസ ഞങ്ങൾക്ക് വിഷയമില്ല. കാശിന്റെ കാര്യം ഞാൻ മൊത്തം ഏറ്റി. 5 ലക്ഷം രൂപ ഞാൻ ഫുള്ളായിട്ട് ഇപ്പൊ അങ്ങോട്ട് സെറ്റിൽ ചെയ്യാൻ പോയി. ഇപ്പൊ സെറ്റിൽ ചെയ്യാൻ പോയി. ഒറ്റ മിനിറ്റ് അടിക്ക് പിടിച്ചത് കളയല്ലേട്ടാ. ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പൈസയുടെ കാര്യം ഞാൻ സെറ്റിൽ ആക്കാം. പത്ത് സംഭവത്തിൽ സെറ്റ് ആക്കിയേക്കണം കേട്ടോ. കാശ് പറഞ്ഞിട്ടല്ല. നേരത്തെ പറഞ്ഞത് കൂടാതെ വേറെ വല്ല സ്ഥലത്തും ഉണ്ടാ സ്ഥലം? സ്ഥലോ മദ്രാസിൽ എവിടെയോ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോക്കട്ടാ, നോക്കാം. അമ്മനോട് പറയാ. നിങ്ങൾ എന്നാലും ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. എല്ലാം ചോദിച്ചു മനസ്സിലാക്കാമേ. ചേട്ടാ നമ്മുടെ ലുലുവിന്റെ പുറകിൽ നമുക്ക് പൈസ കംപ്ലീറ്റ് പാചകക്കാരന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമ്പോ എന്റെ കാര്യം അങ്ങോട്ട് സെറ്റ് ചെയ്തേക്കണം. പറഞ്ഞിട്ടല്ല. അച്ഛൻ പറഞ്ഞ കാര്യത്തിന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛനോട് സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. അച്ഛാ, അയ്യോ പാചകക്കാരന് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അഴിച്ചു പൊളിക്കും നമ്മൾ അച്ഛന്റെ പരിപാടി കേട്ടാ. അച്ഛൻ ഒന്നും കൊണ്ട് ടെൻഷൻ ആകണ്ട, പരിപാടി നമ്മൾ ഗംഭീരമാക്കും. സന്തോഷമായ 2 ആട്ട് കൂടുതലായിട്ട് നവതി പൊളിക്കും. ഞാനൊന്ന് ആട്ടട്ടെ, എന്റെ അച്ഛനമ്മേനെ ഒന്നും. അയ്യോ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങളൊന്ന് എല്ലാം ഒന്ന് സെറ്റ് ആക്കിക്കോട്ടെ കേട്ടാ. ഹാപ്പിയാണ് പിള്ളേരല്ലേ? നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കുറെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞല്ല, അതൊക്കെ പിള്ളേർക്ക് കൊടുക്കണ കാര്യത്തെ പറ്റി വല്ലതും ആലോചിച്ച് എന്താലോചിച്ച്? അല്ലടി ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കണത്. അതെന്താ അങ്ങനെ? ഉണ്ടായിട്ട് വേണ്ടടി കൊടുക്കാൻ.